തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇന്ന് പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബിഗ് ബോസ് താരത്തിലെ വിജയിയായിരുന്ന ജിൻഡോ, അതുപോലെ തന്നെ കൊച്ചിയിലെ ഒരു മോഡല് സൗമ്യ, അതുപോലെ തന്നെ നമ്മള് ആലപ്പുഴയിൽ നിന്ന് ഈ ലഹരി വിൽക്കുന്ന തസ്ലിമ സുൽത്താന, അവരോടൊപ്പം ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസി, ഇങ്ങനെ 5 പേരാണെന്ന് പോലീസിന് മുമ്പിൽ ഹാജരാകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ ഇതിൽ തന്നെ നമുക്ക് ഈ തസ്ലിമ സുൽത്താന, സൗമ്യ, ഇവരൊക്കെ ഇത് വിൽക്കുന്ന ഏജന്റുമാരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ നമ്മള് സിനിമാ സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും പോലീസ് ഹൈബ്രിഡ് കഞ്ചാവ് വലിക്കുന്നതായി കണ്ടെത്തി അവര് സ്റ്റേഷൻ ജാമത്തിൽ വിട്ടു. പക്ഷെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഷാലിഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നയാളാണ്. അപ്പൊ ഈ തസ്ലിമ സുൽത്താന വ്യാപകമായ തോതിൽ സിനിമ പ്രവർത്തകരുടെ ഇടയിൽ അവര് നേരത്തെ സംവിധാന സഹായിയായിട്ടും തിരക്കഥാ സഹായിയായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരും ഈ ഷാലിഫ് മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ സിനിമാ മേഖലയിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള മറ്റ് രാസ ലഹരികളൊക്കെ എത്തിക്കുന്നവരാണ്. അപ്പൊ അവരെ കൂടി ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതിന്റെ സോഴ്സ് കൂടി ലഭ്യമാകാൻ സാധിക്കും. അപ്പൊ ആ നെറ്റ്വർക്ക് എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇന്ന് അവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത്. എക്സൈസും പോലീസും ചേർന്നായിരിക്കും, സംയുക്തമായിട്ടായിരിക്കും ചോദ്യം ചെയ്യലെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഒന്ന്, ഈ രംഗത്ത് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി അവരുടെ തലച്ചോറിൽ ഇതൊരു ബ്രെയിൻ ഡിസോർഡർ ആണ്. അപ്പൊ തലച്ചോറിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ടോം ഷൈൻ ചാക്കോ ആണെങ്കിൽ കൂത്താട്ടുകുളത്തുള്ള ഒരു ലഹരി മോചന കേന്ദ്രത്തിൽ 10 ദിവസത്തോളം കിടന്നയാളാണ്. ഈ 10 ദിവസം കൊണ്ട് ഈ ഡി അഡിക്ഷൻ സാധ്യമല്ല. ഡി അഡിക്ഷന് നമുക്കൊരു 30 ദിവസത്തോളം വേണ്ടി വരും. ഈ ആദ്യത്തെ ഒരു 15 ദിവസത്തോട് കൂടിയിട്ടാണ് ശരീരത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഈ രാസലഹരികളുടെ വിഷാംശ ദുരീകരണം നടത്തുന്നത്. അതിന് ആ സമയത്തിലൊക്കെ അവർക്ക് വിഡ്രോവൽ സിംറ്റം ഒക്കെ ഉണ്ടാകും. ആ വിഡ്രോവൽ സിംറ്റം ഉണ്ടാകുന്ന സമയത്താണ് അവിടുന്ന് ഓടിപ്പോയത്. അപ്പൊ ഈ ടോം ഷൈൻ ചാക്കോ എനിക്ക് തോന്നുന്നു 10-ാം ദിവസം ഓടിപ്പോകുമ്പോൾ അദ്ദേഹത്തിന് വിഡ്രോവൽ സിംറ്റം വന്നിട്ടുണ്ടാവും. പക്ഷെ 15 ദിവസം കഴിയുന്നതോടുകൂടി അവർ കാമായി മാറുകയും ചികിത്സയോട് പ്രതികരിക്കുകയും ചെയ്യും. അപ്പൊ ചികിത്സ പൂർത്തിയാക്കാതെ പോയതുകൊണ്ട് യാതൊരു പ്രയോജനം അതിനകത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം അതിനകത്ത് പെടുന്നത്. ഇവര് മാത്രമല്ല, ഇന്നിപ്പോ ഫെഫ്കയുടെ ആളുകൾ പറയുന്നത് അണിയറ പ്രവർത്തകരായിട്ടുള്ളവര്, സാങ്കേതിക പ്രവർത്തകർ ഒക്കെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വരുന്ന ആളുകൾ എനിക്ക് തോന്നും സിനിമാ സെറ്റുകളിലോ ഇതുവരെ മടിച്ചു നിന്ന് പരിശോധന നടത്താൻ മടിച്ചെന്ന പോലീസും എക്സൈസും ഒക്കെ അവിടെ കയറി പരിശോധനയ്ക്ക് ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ അറസ്റ്റും കാര്യങ്ങളും ഉണ്ടാകാം. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ എനിക്ക് കിട്ടിയ വിവരമാണ്, ഈ പോലീസ് ഒത്തുകളിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഈ ഇവരിൽ നിന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ കൂടുതലുള്ള രാസലഹരികളോ കഞ്ചാവോ പിടിക്കുന്നുണ്ട്. പക്ഷെ ഈ ജാമ്യം കിട്ടത്തക്ക വിധത്തില് സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് ആ കേസിനെ ഒതുക്കി തീർക്കുന്നു എന്നാണ് ഇന്നലെ പോലീസിൽ നിന്ന് തന്നെയുള്ള ഒരാൾ അഭിപ്രായപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വോയിസ് ഒക്കെ ഒന്ന് വേറൊരു യൂട്യൂബർ അത് എടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മുഖം മറച്ചു വെച്ച്. അപ്പൊ അതും നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഈ വലിയ ആളുകളെ നമ്മൾ പിടിക്കുമ്പോ ഇപ്പൊ ഇവരൊക്കെ തന്നെ ഈ ഖാലിദ് റഹ്മാൻ, അതുപോലെ തന്നെ അഷ്റഫ് ഹംസയൊക്കെ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ളവരാണ്. തല്ലുമാല, ഇപ്പൊ നന്നായി ഓടുന്ന ആലപ്പുഴ ജിംഖാന, മഞ്ഞുമ്മൽ ബോയ്സിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഷ്റഫ് ഹംസയാണെങ്കിൽ തമാശ, ഭീമന്റെ വഴി, സുലൈഖ മനുഷ്യർ തുടങ്ങിയ സിനിമ സംവിധാനം ചെയ്ത ആളുകളാണ്. അപ്പൊ അവർക്ക് അത്തരം ബന്ധങ്ങൾ കാണും. അപ്പൊ അവരെ പിടിക്കുന്നതോടുകൂടി മറ്റുള്ളവർ ഇടപെടും. ഈ നേരത്തെ എനിക്ക് തോന്നുന്നു ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലും രാഷ്ട്രീയ രംഗത്തുള്ളവരും സിനിമാ രംഗത്തുള്ളവരും ഇടപെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ മുറിയിൽ നിന്നെങ്കിലും കിട്ടിയാലും അത് സ്മാൾ ക്വാണ്ടിറ്റി ആക്കിയ ഒരു മാറ്റാണ്. സ്മാൾ ക്വാണ്ടിറ്റി ആയി കഴിഞ്ഞാൽ അവർക്ക് കൈവശം വയ്ക്കാവുന്ന ഉപയോഗത്തിന്റെ തോതനുസരിച്ച് ജാമ്യം കിട്ടും. ജാമ്യം കിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, അവർക്ക് പിന്നെ ഫൈൻ അടച്ചു പോകേണ്ടി വരും. എങ്കിലും ജയിൽവാസവും അതിനെ തുടർന്നുള്ള വിഷയങ്ങളും മീഡിയം ക്വാണ്ടിറ്റിയും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയും വരുമ്പോൾ ജയിൽ ശിക്ഷയൊക്കെ ഉറപ്പാണ്. അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ വലിയ തുക പോലീസിൽ എല്ലാവരും ഒന്നും പറയുന്നില്ല, ഈടാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതിനകത്ത് പോലീസ് ഒരു ആത്മാർത്ഥത കാണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തത്സമയം അവരെ പിടിക്കുന്നത് ഒക്കെ നമ്മൾ വീഡിയോയിൽ പകർത്തേണ്ടതായിട്ടുണ്ട്. ഇത് പൂർണ്ണമായും പകർത്തപ്പെടുന്നുണ്ടോ? ഇന്നലെ വീഡിയോ പകർത്തിയതായിട്ട് നമ്മൾ കണ്ടു. അപ്പോ അങ്ങനെ ഒരു വീഡിയോ പകർത്തുകയും പിന്നെ ഇതിൽ നിന്ന് ഊരിപ്പോകാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും വേണമെന്നാണ് എന്റെ അഭിപ്രായം.
കളമശ്ശേരി പോളിടെക്നിക്കിൽ നടത്തിയപ്പോ അവർ വീഡിയോ പകർത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് പോലീസിന് സ്ഥാപിക്കാൻ കഴിഞ്ഞു. വൻകിട ആളുകളുടെ കാര്യത്തിൽ എന്താണ് രീതി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സിനിമാ രംഗത്ത് ഒരു ശുദ്ധീകരണ പ്രക്രിയ ആവശ്യമാണ്. ഒപ്പം തന്നെ ലഹരിക്ക് അടിമകളായി മാറിയിട്ടുള്ളവർ ആരാണെങ്കിലും അവരെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ വ്യാപകമാകേണ്ടിയിരിക്കുന്നു. ഇപ്പൊ എറണാകുളം പോലുള്ള ഒരു ജില്ലയിൽ, ഞാൻ എറണാകുളം ജില്ലയിൽപ്പെട്ട ആളാണ്, എറണാകുളം ജില്ലയിൽ സർക്കാരിന് ആകെയുള്ള ഒരു ഡി അഡിക്ഷൻ കേന്ദ്രം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെ ഡോക്ടർ ഇല്ലാണ്ടായിട്ട് 2 വർഷത്തോളമായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറയുണ്ടായി, ഒരു ഡി അഡിക്ഷൻ കേന്ദ്രമാണ് എല്ലാ ഇതിനോടും കൂടിയിട്ട് സജ്ജമായ രീതിയിലുള്ളൂ എന്നുള്ളത്. ഇപ്പൊ പല വിദ്യാലയങ്ങളിൽ നമുക്ക് കുട്ടികൾ അഡിക്റ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ച് സ്റ്റുഡൻസ് കൗൺസിൽമാരുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇവരെ എവിടെ ചികിത്സിക്കും? ഈ നമ്മൾ പണ്ട് പോളിയോ വാക്സിന്റെ ഒരു കാര്യം വന്നപ്പോ പോളിയോ വാക്സിൻ കൊടുക്കണം നിരന്തരമായി എല്ലാ മീഡിയയിലും പരസ്യം ചെയ്തു. ഒപ്പം തന്നെ പോളിയോ വാക്സിൻ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ എല്ലാ ബസ് സ്റ്റോപ്പില്, റെയിൽവേ സ്റ്റേഷനില്, എല്ലായിടത്തും ലഭ്യമായിരുന്നു. ഒപ്പം തന്നെ അത് ഇല്ലാത്ത ചെന്ന് പുറത്തിറങ്ങാത്ത ആളുകളുടെ വീടുകളിൽ ചെന്ന് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായി. അപ്രകാരം നമ്മള് ലഹരിക്ക് പിടിക്കപ്പെടുന്ന ആളുകൾ, ലഹരി ഉപയോഗിക്കപ്പെടുന്ന ആളുകൾ, അവർക്ക് നമ്മൾ ഒരു മാപ്പ് എഴുതി കൊടുത്ത് വിട്ടാൽ പുറങ്ങാൻ പറ്റില്ല. അവരെല്ലാം തന്നെ രോഗികളായി മാറിയിട്ടുണ്ട്. ആ രോഗികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. ആ ചികിത്സിക്കാനുള്ള സംവിധാനത്തിന്റെ കാര്യത്തിൽ കേരളം സീറോ ആണ്. ഇത്രയൊക്കെ കൊട്ടിഘോഷിച്ച് ലഹരിവിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോഴും ഈ ലഹരി വിമുക്തിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ, റിസ്ക് ഫാക്ടർ കുറയ്ക്കാൻ ചികിത്സാ കേന്ദ്രങ്ങൾ ഒന്നും കേരളത്തിൽ ഇല്ലാന്ന് ഓർക്കണം. പഞ്ചാബ് പോലുള്ള സ്ഥലത്താണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും ഡി അഡിക്ഷൻ കേന്ദ്രം തുടങ്ങിയവര്. അങ്ങനെയാണ് അതിനെ ചെറുത്ത് നിൽക്കാൻ തുടങ്ങിയത്. ഡി അഡിക്ഷൻ കേന്ദ്രം തുടങ്ങുന്നില്ല എങ്കിൽ, ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇല്ല എങ്കിൽ, ഇവരൊക്കെ തന്നെ വീണ്ടും ഏതെങ്കിലും മാർഗത്തിൽ, ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ച് വീണ്ടും ഈ ഭീകരാന്തരീക്ഷങ്ങളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സത്വരമായ രീതിയിൽ കേരളത്തിൽ ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ വ്യാപകമായി ആരംഭിക്കണം. അത് ഒരു ജില്ലയിൽ ഒന്നൊന്നും ആയിട്ട് കാര്യമില്ല. വ്യാപകമായി ഈ പ്രൈവറ്റ് ആയിട്ട് കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ അവിടെ ചികിത്സിക്കുന്നതിൽ വലിയ തുക വേണ്ടി വരും. ആ തുക കൊടുക്കാൻ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പാപ്പരായി കഴിഞ്ഞിട്ടുണ്ടാവും. അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ സത്വരമായി ചികിത്സാ കേന്ദ്രങ്ങൾ ഉടനെ ആരംഭിച്ച് ഇങ്ങനെയുള്ളവർക്ക് ചികിത്സ നൽകി കേരളത്തെയും ഒപ്പം തന്നെ ലഹരിയിലേക്ക് ആണ്ടുപോയവരെയും രക്ഷിച്ചെടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതുതന്നെയാണ് മറ്റൊരു കാര്യമുള്ള ഈ സിനിമാ മേഖലയിലാണ് കൂടുതൽ ലഹരി ഉപയോഗം, അല്ലെങ്കിൽ അതാണ് കൂടുതലും വാർത്തകൾ നിറയുന്നതും. ഇതിപ്പോൾ ഒരു ശ്രീനാഥ് വാസിയോ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോവോ മാത്രമല്ല, ഈ സിനിമാ മേഖല ഇതിന്റെ ഒരു കണ്ണി, അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംവിധായകർ ഉൾപ്പെടെ പിടികൂടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ലൊക്കേഷനുകളിൽ പോയുള്ളൊരു പരിശോധന അത് വളരെ അനിവാര്യമല്ലേ? കാരണം ഇതിന്റെ ഒരു തുടക്കം എവിടെയാണ് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഈ കഴിഞ്ഞ ദിവസം തന്നെ സിനിമാ സംവിധാന രംഗത്തുള്ളവരും അവിടെ കാരവനിൽ കയറി ഇരുന്ന് വലിക്കുമ്പോ പുറമെ ആരും അവിടെ കയറി ചെല്ലാൻ പറ്റില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രിയാ പറയുന്നത് ഒരിടത്തും കയറി ചെല്ലുന്നതിന് വിലക്കുകളൊന്നും എക്സൈസിനോ പോലീസിനോ ഇല്ല എന്ന് പറഞ്ഞ ശേഷമാണ് അവര് കയറി ചെല്ലാൻ ഇടവന്നിട്ടുള്ളത്. മറ്റൊന്നൊരു സിനിമാ സെറ്റിൽ ചെന്നിട്ട് നമ്മളൊരു പ്രധാന നടനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ സിനിമ മുടങ്ങിപ്പോകാനുള്ള സംവിധാനം ഉണ്ടോ? അതുകൊണ്ട് പോലീസ് ഈ കല്യാണ വീടുകൾ, ആഘോഷവേളകൾ അവിടേക്ക് അതിക്രമിച്ചു കയറി ഉള്ള പരിശോധനകൾ ഒരു പരിധി വരെ കുറയ്ക്കുന്നു എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. പക്ഷെ ലഹരിയുടെ കാര്യത്തിൽ ഇപ്പോ അവർക്ക് ആരൊക്കെയാണ് ലഹരി കിട്ടുമെന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അവരെവിടെയൊക്കെ താമസിക്കുന്നു. ഇപ്പൊ വൻകിട ഹോട്ടലുകളിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പൊ അത് പോലീസ് അവരെ നിരീക്ഷിക്കുന്നുണ്ട്. 10 ദിവസമൊക്കെ നിരീക്ഷിച്ചിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിനകത്ത് ഇവരിപ്പോ അവിടെ ഉണ്ടെന്നറിയുന്നത് ആരെങ്കിലും ഒറ്റുകൊണ്ടായിരിക്കും. അല്ലാതെ പോലീസിന് ഇത് അറിയാനുള്ള സംവിധാനം ആരെങ്കിലും ഒറ്റുമ്പോഴാണ് അത് കൃത്യമായിട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ള വിവരം ആളുകൾക്ക് ഇപ്പോൾ ലഭ്യമാകാനുള്ള സംവിധാനങ്ങളുണ്ട്, അങ്ങനെയുണ്ട്. അപ്പൊ ആ തരത്തിൽ എങ്ങനെയും ഈ ലഹരിയുടെ കടന്നുവരവിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. സിനിമാ മേഖലയിൽ ഇത് കഴിക്കുമ്പോൾ വലിയ തോതിൽ തുടക്കത്തിൽ ഒരു ഉന്മാദമൊക്കെ ക്രിയേറ്റ് ചെയ്താക്കെങ്കിലും തുടർന്ന് അങ്ങോട്ട് വരുമ്പോ ഈ അവരുടെ സർഗാത്മകതയ്ക്കൊക്കെ കുറവ് തട്ടും. നമ്മൾ സിനിമാ മേഖല എടുത്തു കഴിയുമ്പോഴും പണ്ട് മദ്യം ആയിരുന്നു, മദ്യത്തിൽ അടിപ്പെട്ട ആളുകളും പിന്നീട് ആ സിനിമാ രംഗത്ത് നിന്ന് ഒഴിവായി പോകുന്നതായിട്ട് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ അവർ ഒന്നുമല്ലാതായി, ജീവിതത്തിൽ പോലും ഒന്നുമല്ലാതായി തിരസ്കൃതമായി പോകുന്ന സ്ഥിതിവിശേഷമാണ്. അപ്പൊ തുടക്കത്തിലെ സർഗശേഷിയെ
ഉണർത്താൻ സഹായകമാണെങ്കിലും പിന്നെ ഒരു ഡിപ്രഷനിലേക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോയിട്ട് സിനിമാ ഫീൽഡിൽ തന്നെ അപ്രതിഷ്ഠരായി പോകും. അവരുടെ എല്ലാ സർഗശേഷിയും അത് നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് സർഗശേഷിയെ ഉണർത്തുമെന്ന് പറയുന്നത് തെറ്റായൊരു കാര്യമാണ്. ആത്യന്തികമായി വ്യക്തിക്കും സമൂഹത്തിനും ആ സിനിമാ മേഖലയ്ക്കുമൊക്കെ ആപത്താണ് ക്ഷണിച്ചു വരുത്തുക. അതുകൊണ്ട് ബോധപൂർവ്വം ഇതിന് ചെറുത്തു നിൽക്കാനുള്ള ഒരു പോരാട്ടം അനിവാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.